ഇതാണ് എലിഫൻ്റ ബീച്ചിലേക്ക് ആദ്യം നമുക്ക് ട്രക്ക് ചെയ്ത് പോകണം. സ്കൂട്ടി വേണ്ട വെച്ചിട്ട്. അപ്പം ഇങ്ങോട്ടാണ് രാധാനഗർ ബീച്ച്, ഇങ്ങോട്ടാണ് എലിഫൻ്റ ബീച്ച്. അപ്പോൾ ഇവിടുത്തെ ട്രക്കിംഗ് തുടങ്ങിയ നമ്മളിതാണ് എലിഫൻ്റ ബീച്ചിലേക്കാണ് പോകുന്നത്. 2 കിലോമീറ്റർ മെയിൻ റോഡിലൂടെ നടക്കണം, പിന്നെ ഒരു ഇറക്കാണ്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ വേണമെങ്കിൽ ഗൈഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യും. 1 മണിക്ക് ശേഷം ഗൈഡ് ഉണ്ടാവില്ല. ഒരു ഗൈഡിന് 500 രൂപയാണ്. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട്, സോളോ ആയതുകൊണ്ട് വലിയ നഷ്ടമായിരിക്കും. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ട്രക്കിംഗ് ടു ലെറ്റ് സ്റ്റാർട്ട് ദ ട്രക്ക് ടു എലിഫൻ്റ ബീച്ച്. നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ഹാഫ് ആൻ അവർ 2 കിലോമീറ്ററാണ് മെയിൻ ട്രക്ക് എന്ന് പറഞ്ഞാൽ. 2 കിലോമീറ്ററാണ്. അപ്പോൾ ചില സമയത്ത് വെള്ളം അധികം ഉണ്ടാവും. അപ്പോൾ ആ മുട്ടോളം വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. കുഴപ്പമില്ല, വഴി വെട്ടിത്തെളിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിയും. ഗൈഡിൻ്റെ അത്ര ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു നല്ല മഴയും ഭയങ്കര മോശ കാലാവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ ഗൈഡിനെ കൂട്ടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നിറച്ചും ചെളിയാകും, അവർ കറക്റ്റായിട്ട് വഴി പറഞ്ഞു. നോക്കാം, ആളുകൾ കുറേ പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്കൂട്ടികൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ സമ്മർ ആയിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ടൈമാണ്. അതുകൊണ്ട് അത്ര ഹ്യൂമിഡിറ്റി കുറച്ചുണ്ട്. ഒട്ടിപ്പോവും. ഇന്നാണ് ആക്ച്വലി ട്രക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ടിക്കറ്റ് സെൻറ്റർ അങ്ങനെയാണ്. ശരിക്കും ടിക്കറ്റൊന്നുമില്ല, പക്ഷെ ആ ഒരു പോയിൻ്റ് അതാണ്. ഇതാണ് ശരിക്കും പിന്നെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. യു ആർ എൻട്രിങ് എ റിസർവ്ഡ് ഫോറസ്റ്റ്, എലിഫൻ്റ ട്രക്കിംഗ് റൂട്ട്. അപ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നത്. കണ്ട ഇവിടെ ഇങ്ങനെ വെയിൽ കെട്ടി വെച്ചിന്. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും 2 കിലോമീറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോവാം. റെഡി സെറ്റ് ഗോ. ഇവിടെ ശരിക്കും ചെക്ക് പോസ്റ്റ് പോലെയാണ്, പക്ഷെ ആരും കാണുന്നില്ല. ചലോ പോയി നോക്കാം. ബീച്ച് വരെയുള്ള അത്ഭുതകരമായ അഡ്വഞ്ചറായ യാത്ര എലിഫൻ്റ ബീച്ചിലേക്ക്. കംപ്ലീറ്റ് മഡ്. അപ്പോൾ അതാണ് മഡി റൂട്ടാണ് മഴക്കാലത്ത്. വാവ്, കിടിലൻ തന്നെ. ശരിക്കും പിന്നെ ഒരു ഫോറസ്റ്റ് തന്നെ. ആ എന്ത് രസമാണ് നോക്കി. പക്ഷികളുടെയും ഔളുടെ സൗണ്ടാകും. ഔളുടെ സൗണ്ട്. ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ വേരുണ്ട്, ഈ സൈഡും ചെളിയും. ചെളിയിൽ അത്ര നനവില്ല, എന്നാലും വേണ്ട നമുക്കൊരു തിരിയില്ല. അതിൻ്റെ ഉള്ളിൽ നടുക്ക് പ്രശ്നമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ ചെളി. ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ അതിൽ പൂണ്ടുപോകും. ചെരുപ്പും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ആയിപ്പോവും. കാട്ടിയിട്ട് ഒരു 1 കിലോമീറ്ററായി കാണും. വേണ്ട ഇവിടെ ഞാൻ വെച്ച് ചെളി ഇല്ലയെന്ന് കണ്ടപ്പോൾ ഒന്ന് ചെരുപ്പ് വെച്ചതാ. പൊന്നോ ഭയങ്കരം ചെളിയാണ്. കടോക്കെന്നാണ്
ഇത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു മരമാണ് പടോക്ക്. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. ഫർണിച്ചർ ഉണ്ടാക്കാൻ ഇനിയും കുറച്ചുണ്ട്. കാടിലൂടെ നടത്താൻ ഭയങ്കര രസം തന്നെയാണ്. ഒച്ചയും ബഹളവും ഒന്നുമില്ല, ആ കാടിൻ്റെ ശബ്ദം മാത്രം. ഇമാതിരി ഷെഡ് വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ സെക്യൂരിറ്റിക്കാണോ എന്നറിയില്ല. ഇനിയൊരു 600 മീറ്റേഴ്സാണ് കാണിക്കുന്നത്. നല്ല വഴിയല്ല, ചെളിയൊക്കെ ഉണ്ട്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ചെളി ചവിട്ടാതെ സൈഡിൽ പോകണം, അതാണ് ഒരു ചലഞ്ച്. റെസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. ഏകദേശം എത്താറായി. 500 മീറ്റേഴ്സ് അത്രേ ഉള്ളൂ. ക്ലീൻ അപ്പ് ദ എർത്ത്, ഇറ്റ്സ് ദ ഓൺലി ഹോം വി ഹാവ്. കറക്റ്റാണ്. നമ്മളതിനെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇതാ വന്നിരിക്കുന്നു നമ്മൾ സാക്ഷാൽ എലിഫൻറ്റ് ബീച്ച്. ഇതാണ് എലിഫൻറ്റ് ബീച്ച്. നമ്മൾ എത്തിയിരിക്കുകയാണ്. 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. എളുപ്പത്തിൽ എത്താൻ പറ്റില്ല, കാരണം ചെളിയും ഇതുമാണ്. കുറച്ച് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിറച്ചും കാലിൽ ചെളി പറ്റിയിട്ട് വരേണ്ടി വരും. ഇവിടെയും മഴക്കാലമാണെങ്കിൽ ഇവിടെയും വെള്ളമാണ്. ഇപ്പോൾ എന്താ പറയുക, ലോ ടൈഡാണ്. ലോ ടൈഡ് ആയതുകൊണ്ടാണ് അത് ചെളി സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം, കാരണം ആളുകൾ വരുന്നുണ്ട്. സൂക്ഷിച്ച്. ഇതാണ് മാംഗ്രോവിൻ്റെ. ഇവിടെ എവിടെയും വെള്ളം വരാറുണ്ട്, മുട്ടോളം വരും. പക്ഷെ ഇപ്പം വെള്ളമില്ല. നിറച്ച് ഞണ്ടൊക്കെ ഉണ്ടാകും, തവളകളും ഞണ്ട്. കംപ്ലീറ്റ് ചെതുപ്പ് നിലം കണ്ട. വെള്ളത്തിൻ്റെ ഹൈ ടൈഡ് ആണെങ്കിൽ ഇവിടെ നിറച്ചും വെള്ളം. ആ വെള്ളത്തിലൂടെ നമ്മൾ പോകേണ്ടി വന്നേ. മാംഗ്രോവ്സ്. ഒരു മരം നടുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നടന്ന് വന്ന് നമ്മൾ അങ്ങനെ മാംഗ്രോവും കടന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. യെസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. അടിപൊളി. എൻ്റെ പൊന്നു, നിറച്ചും ബോട്ട്സ് ഉണ്ട്. അതെല്ലാം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്, പല ടൈപ്പ് ആക്ടിവിറ്റീസ്. ഇതാണ് നമ്മുടെ എലിഫൻ്റ് ബീച്ച്, ഹാവ്ലോക്ക് ഐലൻഡ്. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. ആ സൈഡാണ് നമ്മുടെ മറ്റേ ബീച്ചൊക്കെ ഉള്ളത്. കാലാപത്ര ബീച്ചാണെങ്കിൽ ഈ സൈഡാണ് എലിഫൻ്റ് ബീച്ച്.